നമ്മൾ ലെറ്റ്സ് പ്ലേൻ്റെ പാർട്ട് 9 ആണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പെട്ടെന്ന് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കേവിൽ. നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മേലെ കയറിയിരിക്കുകയാണ്. നമ്മളെ വീട് എല്ലാം സേഫ് തന്നെയാണ്. അവിടുന്ന് 2 ക്രീപ്പറായിട്ട് പൊട്ടി നമ്മൾ ഫുള്ള് പണി ചെയ്യുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇപ്പോൾ കയറി എത്തിയിരിക്കട്ടോ. അവിടേക്ക് പിന്നെ പോകാം. ആദ്യം കുറച്ച് ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് ഇതിൽ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്കിലും ഇതിലുണ്ട്. ഇതിലുണ്ടോ? ഇതിലില്ല. ഇതിലുമില്ല. ഇതിലുമില്ല. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതായി ഇനി നമുക്ക് സെറ്റാക്കട്ടെ. നമുക്ക് നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നത് പിന്നാക്കം. എന്താ അതെന്താ എഴുത്തടിച്ചേ? പഗ്ഗാ? എന്തോ ഒരു നമുക്ക് പഗ്ഗടിച്ചു തോന്നുന്നില്ല. എഴുത്തടിച്ചേ. നമ്മളെന്തായാലും പോയിട്ട് മൈനിങ് ഏരിയ സെറ്റാക്കാം. നമ്മൾ എവിടെ ഇപ്പോൾ റെഡിയാക്കുക? ഇവിടെ റെഡിയാക്കിയാൽ നമുക്ക് മൈനിങ് ഏരിയ. എന്നിട്ട് നമ്മൾ ഷവൽ ഉണ്ടാക്കിയിട്ട് വരാം. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലേ? ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് സ്റ്റിക്ക് ഇതിന് എത്ര വേണം? സ്റ്റിക്കിന് വേണം. ഇങ്ങോട്ട് പോവാം. ഓക്കെ. ഷവൽ നമ്മൾക്ക് സ്റ്റോണില്ലേ? സ്റ്റോണൊക്കെ കഴിഞ്ഞ് ഇതല്ല ഇത്. ഇനി ഇത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇവിടുന്ന് ലെവലാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഒരു ഡേട്ട്, ഇവിടെ ഒരു ഡേട്ട്, ഇവിടെ ഒരു ഡേട്ട്, ഇവിടെ ഒരു ഡേട്ട്. സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വുഡ് എടുക്കുക. അത് പൊട്ടിച്ച് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഓക്കെ. ഇവിടെ നമ്മൾ വേറെ സെറ്റാക്കും. ഇങ്ങനെയല്ല. എടുത്തിട്ട് ചേറൈസ് ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഈ താഴ്ന്ന് സെറ്റാക്കാം. ഇതിപ്പോൾ നേരെ പൊട്ടിച്ചേ. ഇനി ഇവിടെ നിന്നാണോ? ഇവിടെ നിന്നല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ. ഇവിടുന്ന് ഇങ്ങനെയല്ല. എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടത്തെ ഈ മരം പീസ് പൊട്ടിച്ച് കളയുക. എന്നിട്ട് നമ്മൾക്ക് സ്റ്റോണില്ലേ? നമ്മൾ ഇവിടുത്തെ സ്റ്റോൺ പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ. രസം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓ കുഴപ്പമില്ലേ? രസമുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്റ്റെപ്പും കൂടി ഉണ്ടാക്കട്ടെ. നമ്മൾ എൻട്രൻസ് ഫസ്റ്റിനെ ഉണ്ടാക്കി വെക്കാം. എന്നാലും രസമുണ്ടാവും. 8 മതിയായിരിക്കില്ലേ? മതി. ഇവിടെ 2 ഇവിടെ 2 സെറ്റായില്ലേ? ഇതൊന്ന് പച്ചപ്പ് പൊടിച്ച് കിട്ടിയതെങ്കിൽ പൊളിച്ചാനെ. ഓക്കെ. സ്റ്റെപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടുന്ന് കുഴിച്ചുള്ളിലോട്ട് പോകണം. കുറച്ചുള്ളിലോട്ട് പോയിട്ട് പിന്നെ നമുക്ക് സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. സ്റ്റെപ്പ് ആക്കി മൈനിങ് ചെയ്യാം. കുറച്ചുള്ളിലോട്ട് വെയിറ്റ് ആക്കട്ടോ. നമുക്കൊരു
കാര്യം ചെയ്യാം. ഇത്രക്ക് വേണ്ട, ഇങ്ങനെ പോറ. ഇത്രക്ക് പോവാം. കുറച്ചുള്ളിലോട്ട് വന്നിട്ട് പിന്നെ ഇതൊന്നും ഇങ്ങനെ നേരെ താഴെ കുറച്ച് താഴോട്ട് പോവാം, പിന്നെ നേരെ പിന്നെ കുറച്ച് താഴോട്ട് പോവാം. വെയിറ്റ് ആക്കട്ടോ, സ്മാർട്ട് ടോർച്ച് കയ്യിലോട്ട് വെക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് ഞാൻ വീഴിക്കാം. കുറച്ചധികം നമുക്ക് താഴോട്ട് പോയിട്ട് പിന്നെ നേരെ ഇങ്ങനെ നേരെ കാക്കും. എന്നിട്ട് വീണ്ടും ഇപ്പോൾ കുറച്ചും കൂടി പോവാം. ഇവിടെ നമ്മൾ മറ്റേ സ്റ്റെപ്സ് വെക്കും ഗൈസ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കയറിയിട്ട് പോകും. കയറി പോവുകയും ഫാസ്റ്റിൽ ഇറങ്ങി പോവുകയും ചെയ്യും. ഇനി ഇവിടുന്ന് നേരെ അത്ര മതി. ഇനി നമ്മൾ ഇവിടുന്ന് എത്ര സ്റ്റെപ്സ് എടുത്ത് 1 2 3 4 5 6 7 ആണല്ലേ. പക്ഷെ ഇതൊന്ന് താഴെ വരെ ചെയ്തിട്ട് നമുക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു കേവ് ആണെന്ന് തോന്നുന്നുണ്ട്. സ്കെൽട്ടൻ്റെ കൊച്ചേക്കണം കേട്ടോ. ഒന്ന് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. വെയിറ്റ് ആക്കാം. ഷീൽഡ് കൈ പിടിച്ചിട്ട് കേവല്ലേ അല്ലേ ഒരു സ്കെൽട്ടൻ്റെ ഒച്ചയ്ക്ക് തീർന്ന് സ്കെൽട്ടൻ്റെ ഒച്ച. പണിയായി. നമ്മൾ സ്കെൽട്ടൻ്റെ ഒച്ച താഴ്ന്നു ഗൈസ്. ഇവിടെ കേവല്ല തോന്നുന്നുണ്ട്. താഴോട്ട് കേവണി നമ്മളിപ്പോൾ സുഭാഷ് വീണ പോലെ ഗുണാക്കേവിലോട്ട് സുഭാഷ് വീണ അവസ്ഥ. ഒറ്റ പോക്ക്. പൈസ് നമ്മളെന്തായാലും ഇവട്ടം വരെ ചെയ്തിട്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് ബാക്കി ഇത്ര പോലെ ടോർച്ച് വെച്ചിട്ടില്ലല്ലേ, സോംബീസ് സ്പോണാവും. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം. ഫുള്ള് രാത്രി ഗൈസ്. എന്തായാലും നേരെ പോയിട്ട് കിടന്നു. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇനി നമുക്ക് അടുത്ത പാർട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.